നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ നിരവധിയായ മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് തട്ടിപ്പിന്റെ പുനരാവിഷ്കരണം തന്നെയാണ് ഹരിയാനയിലും അതുപോലെ മഹാരാഷ്ട്രയിലും നടന്നത് എന്ന് വ്യക്തമായി. അതിനുശേഷവും സുപ്രീം കോടതിയെ അനങ്ങാൻ അനുവദിക്കാതെ സുപ്രീം കോടതിയുടെ നടപടികളെ വരെ പൂട്ടിക്കെട്ടുന്ന രീതിയിൽ ചീഫ് ജസ്റ്റിസിനെ കോമാളിയാക്കുന്ന രീതിയിലാണ് പാർലമെന്റ് കൂടി രഹസ്യ അജണ്ടകൾ പാസാക്കിയെടുക്കാൻ വേണ്ടി നിയമ സാധ്യതകൾ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിന് കൃത്യമായി എതിരഭിപ്രായം പറഞ്ഞ ചുണക്കുട്ടികൾ എന്ന് തന്നെ പറയാവുന്ന രണ്ട് ചീഫ് ജസ്റ്റിസുമാർ, സഞ്ജീവ് ഖന്ന ആയിക്കോട്ടെ, ജസ്റ്റിസ് BR ഗവായി ആയിക്കോട്ടെ, സംഘപരിവാറിന് അങ്ങോട്ട് പറ്റുന്നില്ല, പിടിച്ചുകെട്ടാൻ പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും ഏറ്റവും ശക്തമായി, ഒരുപക്ഷെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൃഢമായി കാര്യങ്ങൾ പഠിച്ച് നിയമ സാധ്യതകൾ ഉപയോഗിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുൻപ് ഇരുന്ന ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ഏതൊക്കെ രീതിയിലാണോ ജുഡീഷ്യറിക്ക് കളങ്കം സംഭവിച്ചത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ജുഡീഷ്യറിയെക്കുറിച്ച് സെമിനാറുകളിലും മറ്റുമായി പറഞ്ഞ കാര്യങ്ങൾ ഒടുവിൽ BJPക്ക് ഏറ്റവും വേണ്ടപ്പെട്ട യശ്വന്ത് വർമ്മയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതിനെ ശക്തമായി എതിർ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആ കസേര വലിച്ചെറിഞ്ഞു കളഞ്ഞു. BJPയുടെ ചട്ടുകമായാണ് ബംഗാളിൽ പോയി അദ്ദേഹം ഗവർണറായി ഇരുന്നത്. ഒന്നോർക്കണം, ഇപ്പോൾ BJPയുടെ മറ്റൊരു ചട്ടുകമായി ഇരിക്കുന്ന ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണൻ അവരെ എല്ലാ രീതിയിലും സഹായിക്കും. കാരണം CP രാധാകൃഷ്ണൻ പരമ്പരാഗതമായി ഒരു RSSകാരനാണ്. എന്നാൽ CPക്ക് പോലും കഴിയാത്ത രീതിയിലുള്ള പൂട്ടാൻ ജസ്റ്റിസ് BR ഗവായി ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത്. CP രാധാകൃഷ്ണനെയോ അതല്ലെങ്കിൽ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവോ ഓർഡിനൻസ് വഴി BJPയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ മരവിപ്പിക്കാൻ സുപ്രീം കോടതി ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്ന്, അതും പാർലമെന്റിൽ അവതരിപ്പിക്കാതെ ഓർഡിനൻസായി കൊണ്ടുവന്ന് പല രഹസ്യ അജണ്ടകളും നടപ്പിലാക്കാനുള്ള നീക്കമാണിപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും ഇത് തടയപ്പെടേണ്ടതാണ്. പാർലമെന്റിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രിക്കല്ല BJP ശ്രമിക്കുന്നത്. അതിനാണ് ഓർഡിനൻസ് എന്ന വളഞ്ഞ വഴി സ്വീകരിക്കുന്നത്. ആ ഓർഡിനൻസിനെ പ്രഥമ ദൃഷ്ടിയായി എതിർക്കാൻ കഴിയില്ല. ജനരോഷം സംഘടിപ്പിക്കാൻ, വലിയ തോതിലുള്ള ഈ രാജ്യം മുഴുവൻ പ്രതിഷേധത്തിൻ്റെ എല്ലാ അലയൊലികളും തീർക്കാൻ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് കഴിയുകയുള്ളൂ. അതിലേക്ക് ചുവടുവെക്കുകയാണ് രാഹുൽ ഗാന്ധി. നേരത്തെ അമിത്ഷാ ഒരു വെല്ലുവിളി പോലെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നിയമം നടപ്പിലാക്കാൻ ബില്ല് പോലും അവതരിപ്പിക്കേണ്ട, ഓർഡിനൻസ് മതിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം റബ്ബർ സ്റ്റാമ്പായി ഞങ്ങളുടെ കൂടെ RSSകാരിയായ ദ്രൗപദി മുർമു ഉണ്ട് എന്നുള്ള ധൈര്യം, അതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനങ്ങളെ അണിനിരത്തി പൊളിച്ചെടുക്കാൻ പോകുന്നത്.